ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. പത്തനാപുരത്ത് മുസ്ലിം ലീഗിലും കൊഴിഞ്ഞുപോക്ക്. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് ലീഗ് വിട്ട് പ്രാദേശിക നേതാക്കൾ കേരള കോൺഗ്രസ് ബിയിലേക്ക്. LDF സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങാനും തീരുമാനം.
വയനാട് സമരത്തിന് ഐക്യദാർഢ്യവുമായി സഞ്ജയ് ഖാൻ നിരാഹാരം തുടങ്ങി. സമരമനുഷ്ഠിച്ചു വന്ന മാമ്പഴത്തറ സലീമിന് ദേഹാസ്വാസ്ഥ്യം. തോട്ടങ്ങളിൽ മിനിമം വേതനം ആവശ്യപ്പെട്ട് BMSന്റെ റോഡ് ഉപരോധം. പ്രവർത്തകർ പുനലൂർ അഞ്ചൽ പാത ഉപരോധിച്ചു. ആവേശമായി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം. വിളക്കുടിയിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പത്തനാപുരത്ത് മുസ്ലിം ലീഗ് വിട്ട പ്രാദേശിക നേതാക്കൾ കേരള കോൺഗ്രസ് ബിയിലേക്ക് LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. മുസ്ലിം ലീഗും കോൺഗ്രസും UDFന്റെ ഘടകകക്ഷികളായതിനാൽ കോൺഗ്രസിനൊപ്പം കൂട്ടാനാകില്ലെന്നും UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതാക്കളുടെ അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ബിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും ഏർവാടി ബാബുവും അനസ് പള്ളിമുഖം പറഞ്ഞു. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ പ്രസ്ഥാനവുമായിട്ട് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും അഭിപ്രായം. അപ്പോൾ പ്രസിഡന്റ് നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചതുപോലെ ആ അഭിപ്രായത്തെ മുകളിലേക്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഞാനിപ്പോൾ ഇവിടെ തീരുമാനമായിട്ടല്ല പറയുന്നത്. വരും ദിവസങ്ങളിൽ തങ്ങളോടൊപ്പമുള്ള പ്രവർത്തകർ LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള NGO അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിവർത്തന പ്രക്ഷോഭ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. നഗരസഭാ ഓഫീസിന് മുന്നിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. ജാഥ കണ്ണനല്ലൂരിൽ സമാപിച്ചു. സംശുദ്ധ സേവനം സംതൃപ്ത സമൂഹം എന്ന മുദ്രാവാക്യമുയർത്തി കേരള NGO അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിവർത്തന പ്രക്ഷോഭ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. 10ാം ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കുക, ലഹരിമുക്ത മാലിന്യമുക്ത കേരളം കെട്ടിപ്പടുക്കുക, കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാൻ തൊഴിൽ നിയമ ഭേദഗതി കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര നയവൈകല്യം മൂലമുണ്ടാകുന്ന വിലക്കയറ്റം തുടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭാ ഓഫീസിന് മുന്നിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. ജാഥ ക്യാപ്റ്റൻ B രാമാനുജൻ സ്വീകരണം ഏറ്റുവാങ്ങി. കേരളത്തിലെ ജീവനക്കാർക്ക് അധികാരത്തിലേറിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 52 മാസക്കാലമായി നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഓണക്കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഓണക്കാലഘട്ടങ്ങളിൽ ബോണസ്, ഓണം അഡ്വാൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളിലുണ്ടായ വർധനവ് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ ബിസിനസ്സുകളുണ്ടായ വർധനവായി ഇരുന്നൂറ് കേരളത്തിലെ NGO അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ തൊട്ടാപുരം മോഹൻപോലെ നൽകിയ സ്വീകരണം വെച്ച് കേരളത്തിലെ NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം നിർദ്ദേശപ്രകാരം ഈ ഓണക്കാലത്ത് വർദ്ധിപ്പിച്ചത് നിങ്ങൾക്കറിയാം. ജാഥ മാനേജർ B സുരേന്ദ്രൻ നായർ, അനിൽ ബാബു, MG ഷാ, നിഷാം, B ബിനു, റോണി D അലക്സാണ്ടർ, ജില്ലാ ട്രഷറർ സുനിൽ ജോസ്, പ്രദീപ് വാര്യത്ത്, H നാസർ, ലിജിൻ രാജൻ, ശരൺ, ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തപാൽ വകുപ്പിന് സമ്പന്നവും ചരിത്രപരവുമായ ഒരു ഭൂതകാലമുണ്ടെന്ന് ലോക തപാൽ ദിനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ. പത്തനാപുരം ബ്യൂറോയിൽ നിന്നും പ്രദീപ് ഗുരുകുലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോക പോസ്റ്റൽ ദിനത്തിൽ തങ്ങളുടെ സ്കൂളിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ തന്നെ തീർത്ത പോസ്റ്റ് ഓഫീസിൽ ഔദ്യോഗിക യൂണിഫോമിൽ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ്മാനും മറ്റ് ജീവനക്കാരുമായി മാറിയത് കൌതുകം പകർന്നു. പോസ്റ്റൽ വകുപ്പിന്റെ യൂണിഫോം അണിഞ്ഞ കുട്ടികൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും സ്വന്തം ചുമതലയിൽ നിർവഹിച്ചത് ഏറെ മാതൃകാപരമായി. തപാൽ ദിനത്തിൽ ഔദ്യോഗിക കൃത്യം ഏറ്റെടുത്ത വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാലയത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മേൽവിലാസക്കാർക്ക് കത്തുകൾ എത്തിച്ചുകൊടുത്ത് പത്തനാപുരത്തെ പോസ്റ്റൽ വകുപ്പിന്റെ സഹായത്തോടെ നാഷണൽ സർവീസ് സ്കീമും ജൂനിയർ റെഡ് ക്രോസും ചേർന്നാണ് സ്കൂൾ അങ്കണത്തിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിയിൽ നിർണായക പങ്കാണ് തപാൽ വകുപ്പിനുള്ളതെന്ന് പ്രമുഖർ പ്രതികരിച്ചു. ഡെമ്മി പോസ്റ്റ് ഓഫീസുകൾ, ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പത്തനംതിട്ട ഡിവിഷന്റെ ഒരു പ്രസ്റ്റീജ് എന്നുള്ള നിലയ്ക്കാണ് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഓപ്പറേറ്റിംഗ് പോസ്റ്റ് ഓഫീസാണ്. ഇന്ന് ഇവിടെ വെളിയിലത്തെ ലെറ്റർ ബോക്സിൽ ഇടുന്ന ലെറ്ററുകളൊക്കെ പത്തനാപുരം പോസ്റ്റ്മാനും ഇന്ന് ഈ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻമാരോട് ചേർന്ന് ഈ ഏരിയകളിൽ ഡെലിവറി ചെയ്യും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ്. ഒരു സജീവമായി പ്രവർത്തിക്കുന്ന മറ്റേതൊരു പോസ്റ്റ് ഓഫീസും പോലെയാണിത്.
വിജ്ഞാനപ്രദവും ആനന്ദകരവുമായ അനുഭവമാണ് തപാൽ ദിനത്തിൽ തങ്ങൾക്കുണ്ടായതെന്നും വിദ്യാർത്ഥികളും പ്രതികരിച്ചു. പോസ്റ്റ് ഓഫീസ് നടത്തുന്ന ഈ ഒരു മാതൃകാ പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അതിൽ നിന്ന് കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഇതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ തപാൽ നെറ്റ്വർക്ക് ഇന്ത്യയുടേതാണ്. രാജ്യത്ത് 1.5 ലക്ഷത്തിലേറെ പോസ്റ്റ് ഓഫീസുകളാണുള്ളത്. ലോകത്ത് ഏറ്റവും അധികം പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യവും ഇന്ത്യയാണ്. ചരിത്രപരമായി പല വഴികളിലൂടെ കടന്നുവന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയാൻ ഏറെയുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് 1766 ഇന്ത്യയിൽ പോസ്റ്റൽ സമ്പ്രദായം നിലവിൽ വന്നത്. 1974 കൊൽക്കത്തയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. 1974 മുതലാണ് ഇന്ത്യയിൽ പോസ്റ്റൽ വിപ്ലവം ആരംഭിക്കുന്നത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് തപാൽ മേഖലയിലും കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഗഗന സഞ്ചാര മേഖലയും ട്രെയിൻ ഗതാഗതവും മറ്റു ഗതാഗത മേഖലകളും വ്യാപകവും സജീവമായതോടെ തപാൽ മേഖലയിൽ വൻ പുരോഗതിയുണ്ടായി. തപാൽ വകുപ്പ് കമ്പ്യൂട്ടർവൽക്കരിച്ചത് ഈ മേഖലയെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും ഉപകരിച്ചു. സ്കൂൾ മാനേജർ റവറൽ ജോസഫ് റമ്പാന്റെ അധ്യക്ഷതയിൽ നടന്ന പോസ്റ്റൽ ദിനാചരണം പോസ്റ്റൽ വകുപ്പ് സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ ബി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പോസ്റ്റ് ഓഫീസ് എന്നുള്ള ഒരു ആശയം സംഘടിപ്പിച്ച് അതിന് അനുവാദം തന്ന് ഇത് ഇത്രയും ഒരു ഗംഭീരമായ ഒരു വിജയമാക്കി തീർത്ത ഈ സ്കൂൾ അധികാരികൾ ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ് ഇത് ചെയ്തത്. അപ്പോൾ അത് ഫുള്ളൊരു സ്കൂൾ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പഴയ മോഡലിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ്. ഹെഡ്മാസ്റ്റർ TM ഈപ്പച്ചൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് അനില കോരുത്, JRC കൌൺസിലർ ജോസഫ് സി മാത്യു, NSS പ്രോഗ്രാം ഓഫീസർ ബിനോജ് G മാത്യൂസ്, സ്കൂൾ ചെയർമാൻ വിശ്വാസ് പ്രശാന്ത്, പത്തനാപുരം പോസ്റ്റ് മാസ്റ്റർ അജി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുനലൂർ മേഖലാ സമ്മേളനം വിളക്കുടിയിൽ നടന്നു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധിനിവേശത്തിനെതിരായ ജനകീയ ബദൽ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COA എന്ന മഹത്തായ സംഘടനയെ 24 വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുനലൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. വിളക്കുടി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിച്ചു. പൊതുസമ്മേളനത്തിന് COA മേഖലാ പ്രസിഡന്റ് സാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. COA മേഖലാ സെക്രട്ടറി B രാഹുൽ സ്വാഗതം പറഞ്ഞു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരുപാട് വൻകിട കുത്തക കമ്പനികൾ ഇതിലേക്ക് കയറി വരികയും അവർ അത് അവരുടെ സംരംഭമായി അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് ഇത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകളിലായാലും അവർക്ക് 300 രൂപ അടയ്ക്കുന്ന ആ തീരുമാനം അത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വിഷമത്തിലുള്ള ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു സംരംഭത്തിൽ ഇറങ്ങിയാൽ അതിന് വലിയ തുക കൊടുത്തുകൊണ്ട് ചെയ്താൽ അവർക്ക് അതിൽ നിന്നും ജീവിക്കാനുള്ള ഒരു ലാഭവും സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നതല്ല. ഈ അവസരത്തിൽ നമുക്ക് നേരിടുന്ന ഈ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടത്തുകയും ചെയ്തതിന് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R അജികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുന്നതിലും ആവേശത്തോടെയാണ് പ്രാദേശിക വാർത്തകൾ ജനങ്ങൾ കാണുന്നതെന്നും അതിനനുസരിച്ച് വാർത്തകൾ നിലവാരം കൂട്ടുന്നതിൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വീട്ടിലിരിക്കുന്നവർക്കായാലും പൊതുവിൽ പ്രവർത്തിക്കുന്നവർക്കായാലും പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നത് വീട്ടിലിരിക്കുന്ന ടെലിവിഷനിലൂടെയാണ്. നമ്മളൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വരുമ്പോഴും നമ്മുടെ പ്രദേശത്തെ വാർത്തകൾ വീട്ടിലെത്തിക്കുന്നത് അതിലൂടെയാണ്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയാം നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര വാർത്തകളൊക്കെയാണ്. കാര്യം ഈ ഫേസ്ബുക്കിലൂടെ വരുന്ന വാർത്തയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ വരുന്ന വാർത്തയും അതല്ലെങ്കിൽ ജംഗ്ഷനിൽ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ആളുകൾ വന്നത് പറയുന്ന പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ വാർത്തകളാണ് വീട്ടിൽ ചേർക്കും. വീട്ടിൽ നിന്നും വീട്ടുകാരെ ഇത് കണ്ടാണ് നമ്മളെ അറിയുന്നത്. അതുപോലെ തന്നെ പ്രാദേശികമായി ഇപ്പം പ്രാദേശിക ചാനലുകൾക്കെല്ലാം പ്രാദേശിക ന്യൂസ് സംവിധാനമുണ്ട്. അത് കുറച്ചുകൂടെ ശക്തപ്പെടുത്തി കൊണ്ടുപോകാൻ കുറച്ചുകൂടെ ഗൗരവമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മിക്കവാറും കേബിൾ TVയിൽ വരുന്ന ന്യൂസുകൾ പരിശോധിച്ചാൽ പ്രാദേശികമായ വിഷയങ്ങൾക്ക് മാത്രം ഊന്നൽ കൊണ്ടുപോകാറുണ്ട്.
BJP കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം വിളക്കുടി ചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുന്നിക്കോട് ഷാജഹാൻ, COA കൊല്ലം ജില്ലാ സെക്രട്ടറി B വിജയകുമാർ, COA ജില്ലാ പ്രസിഡന്റ് അനിലാൽ, COA സംസ്ഥാന കമ്മിറ്റി അംഗം D രാജു, COA ജില്ലാ ട്രഷറർ സാജൻ, മേഖലാ ട്രഷറർ G മുരളീധരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ പ്രതിനിധി സമ്മേളനം നടന്നു. പ്രതിനിധി സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് ഷാബു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി V അജികുമാർ സ്വാഗതം പറഞ്ഞു. CAA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ലതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. COA മേഖലാ സെക്രട്ടറി B രാഹുൽ പ്രവർത്തന റിപ്പോർട്ടും, COA മേഖലാ ട്രഷറർ G മുരളീധരൻപിള്ള സാമ്പത്തിക റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി B വിജയകുമാർ ജില്ലാ റിപ്പോർട്ടും, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലതീഷ് കുമാർ സംസ്ഥാന റിപ്പോർട്ടും, CCL ഡയറക്ടർ ബോർഡ് അംഗം സതീഷ് കുമാർ CCL റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു, D രാജു, ജില്ലാ പ്രസിഡന്റ് അനിലാൽ, സാജൻ, ചന്ദ്രൻ പടിപ്പുര, T വിനോദ് കുമാർ, ഷാജി പാടം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475
823-55545. ഓദർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. അമ്പനാട് TR&D എസ്റ്റേറ്റിൽ INTUCയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ നിരാഹാരം ആരംഭിച്ചു. അമ്പനാട് എസ്റ്റേറ്റിൽ തൊഴിലാളി സമരം 23 ദിവസം പിന്നിടുമ്പോൾ കഴിഞ്ഞ 4-ാം തീയതി മുതൽ എസ്റ്റേറ്റിന്റെ പ്രധാന കവാടത്തിൽ നിരാഹാര സമരം നടത്തിവന്ന തൊഴിലാളികൾ ദേശീയപാത ഓരത്തേക്ക് സമരം മാറ്റുകയായിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീം ആണ് ദേശീയപാത ഓരത്ത് നിരാഹാരം അനുഷ്ഠിച്ചു വന്നത്. വെള്ളിയാഴ്ച ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മാമ്പഴത്ര സലീമിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നേരത്തെ INTUCയുടെ നേതൃത്വത്തിൽ പാത ഉപരോധ സമരത്തിൽ പങ്കെടുത്ത സഞ്ജയ് ഖാൻ നിരാഹാരം കിടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. PLC ചർച്ചകൾ പരാജയപ്പെടുമ്പോഴും അമ്പനാട് എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ മാനേജ്മെന്റ് പ്രത്യേകം ചർച്ച ചെയ്ത് തീർപ്പാക്കണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. എന്നാൽ സർക്കാർ തൊഴിലാളി സമരത്തെ അനുഭാവപൂർവ്വം പരിഗണിച്ച് ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകാത്ത മാനേജ്മെന്റിനെതിരെ വിജയം വരെ സമരം ചെയ്യുമെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട മിനിമം വേജസ് എന്ന ആ തീരുമാനം നടപ്പിലാക്കുവാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടം തൊഴിലാളികൾ ഇത്തരത്തിൽ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുന്നത്. അവര് ജനിച്ച ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്കൊക്കെ വിശ്വാസമാണ്. അദ്ദേഹം ഈ പ്രശ്നം വളരെ പെട്ടെന്ന് ചൊവ്വാഴ്ച വെച്ചിരിക്കുന്ന ഈ ചർച്ചയോടുകൂടി പരിഹരിക്കും എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. അത്തരത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ അതിന് അനുസൃതമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും അല്ലെങ്കിൽ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അമ്പനാട് സമരത്തിൽ AITUC CITU യൂണിയനുകൾ യോജിച്ച് സമരം ചെയ്യാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സഞ്ജയ് ഖാന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. INTUC നേതാക്കന്മാർ നിരവധി തവണ CITUവിന്റെ AITUCയുടെ നേതാക്കന്മാരോട് സംസാരിച്ചതാണ്. പക്ഷേ അവർ മാനേജ്മെന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സംയുക്ത സമരസമിതിയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാതെ ഇടുങ്ങിയ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും സംയുക്ത സമരസമിതി ആയി തൊഴിലാളി പ്രശ്നങ്ങളിൽ രാഷ്ട്രീയവും ജാതിയും മതവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ സംയുക്തമായി സമരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾ ഉപേക്ഷിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശവും ആനുകൂല്യമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുമായി യോജിച്ച സമരത്തിന് തയ്യാറുണ്ടെങ്കിൽ INTUC ഒരു യുവജന നേതാവ് എന്ന നിലയിൽ ഞാൻ INTUCക്ക് വേണ്ടി AITUCയുടെയും CITUവിന്റെയും നേതാക്കന്മാരെ സ്വാഗതം ചെയ്യുകയാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയ്യമ്മാൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു ഗോപാലകൃഷ്ണൻ, പൊതുപ്രവർത്തകരായ വിജയകുമാർ, സജി തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. അമ്പനാട് തൊഴിലാളി സമരത്തിലെ സത്യാഗ്രഹ പന്തലിൽ ബോധക്ഷയം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീമിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ 5 ദിവസമായി നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുകയായിരുന്നു മാമ്പഴത്ര സലീം. അമ്പനാട് തോട്ടം തൊഴിലാളികളുടെ സമരത്തിൽ 5 ദിവസമായി നിരാഹാര സത്യാഗ്രഹം നടത്തിവന്ന ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീമിനെ ദേഹാസ്വസ്ഥയെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചു. തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ച് 3 ആഴ്ചയായി നടത്തിവന്ന സമരത്തിനൊപ്പമായിരുന്നു മാമ്പഴത്ര സലീം. കഴിഞ്ഞ 5 ദിവസമായി നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചിരുന്നു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയ്യമ്മാൾ സത്യാഗ്രഹം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് മാമ്പഴത്ര സലീം നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. രാവിലെ ശാരീരിക അസ്വസ്ഥത തോന്നുകയും തുടർന്ന് ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസും ഡോക്ടറും എത്തി ഇദ്ദേഹത്തെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് അഡ്മിറ്റ് ചെയ്യുകയുമായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടാകുകയും പോലീസ് ഡോക്ടറുമായി വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് സമീപത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുവാനുള്ള നടപടിക്രമമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വഴിക്ക് അദ്ദേഹം ബോധം കെടുകയുണ്ടായി. ഇപ്പോൾ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സർക്കാർ നിയന്ത്രണത്തിലുള്ള തോട്ടങ്ങളിൽ മിനിമം വേതനം 500 ആക്കി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ജയപ്രകാശ്. BMS സംഘടിപ്പിച്ച പുനലൂർ അഞ്ചൽ പാത ഉപരോധവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 ആഴ്ചയെ തോട്ടം തൊഴിലാളികൾ നടത്തിവരുന്ന ശമ്പള വർധന സമരം ഒത്തുതീർപ്പാക്കാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായാണ് BMSന്റെ നേതൃത്വത്തിൽ അഞ്ചൽ പുനലൂർ പാത ഉപരോധിച്ചത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ RPL ഹെഡ് ഓഫീസിന് മുന്നിൽ പുനലൂർ അഞ്ചൽ പാത ഉപരോധിച്ചു.
പട്ടിണി മാറ്റാൻ പണി ചെയ്യാൻ തുടർന്ന് RPL ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. എന്തിനേയും ഏതിനെയും പുച്ഛിച്ചു തള്ളുന്ന ഒരു മുതലാളിത്ത മന്ത്രി, ലേബർ മന്ത്രി എന്ന് വിശേഷിക്കുന്ന മുതലാളിത്ത മന്ത്രി ഷിബു ബേബി ജോൺ, തൊഴിലാളികളെ പൾസ് എന്താണെന്നറിയാത്ത, തൊഴിലാളികളുടെ പ്രകടനം എന്താണെന്നറിയാത്ത, തൊഴിലാളികളുടെ ജീവിത നിലവാരം എന്താണെന്നറിയാത്ത ഒരു മുതലാളിത്ത ലേബർ മന്ത്രി ഉണ്ടെങ്കിൽ ഷിബു ബേബി ജോൺ പറയുന്നത്. കഴിഞ്ഞ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി കൂടിയപ്പോൾ അത് കയ്യിൽ വന്ന് തൊഴിലാളികൾക്ക് ദിവസക്കൂലി 500 രൂപ വേണമെന്ന് അവരുടെ ന്യായമായ ആ അവകാശം ഡിമാൻഡ് ചെയ്തപ്പോൾ ആ ഡിമാൻഡിനെതിരെ, അവകാശത്തിനെതിരെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മുതലാളിമാരുടെ കൂടെ നിന്നുകൊണ്ട് ആ മന്ത്രി പറയുന്നത്, ജനങ്ങളുടെ ലേബർ മന്ത്രി പറയുന്നത്, മുതലാളിമാർ തോട്ടം പൂട്ടി പോകുമെന്ന്. മുതലാളിമാർ തോട്ടം പൂട്ടി പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുതലാളി തോട്ടം പൂട്ടിയ ചരിത്രമുണ്ടോ ഈ ഷിബു ബേബി ജോൺ പറയണം. സർക്കാർ നിയന്ത്രണത്തിലുള്ള തോട്ടം മേഖലകളിൽ മിനിമം വേതനം 500 രൂപയാക്കി ഉയർത്തിയായിട്ടുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് N. ബാലചന്ദ്രക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി V. സുരേഷ് മോഹനൻ, പ്ലാന്റേഷൻ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ചാലിയക്കര രാജേന്ദ്രൻ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. രാധാകൃഷ്ണൻ, രവി പരമേശ്വരൻ, സതീഷ് തലവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാർക്കറ്റിൽ സ്ഥാപിച്ച എയ്റോബിക് ബിന്നിന്റെ പ്രവർത്തനം താറുമാറായി. കൂടുതൽ ബിന്നുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ദിനംപ്രതി പൊതുമാർക്കറ്റിൽ നിന്ന് തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കാൻ സാധിക്കാത്ത നിലയിലാണ്. മാലിന്യ സംസ്കരണത്തിന് കാലതാമസം നേരിടുന്നതുമാണ് എയ്റോബിക്കിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഗ്രാമപഞ്ചായത്ത് പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ പ്ലാന്റിലുള്ള 6 ബിന്നുകളിലും മാലിന്യം നിറഞ്ഞതോടെയാണ് പുതിയത് സ്ഥാപിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിലൂടെ പുറത്തുവരുന്ന ദുർഗന്ധവും പൊതുജനത്തിന് ഭീഷണിയാകുന്നു. 50 മുതൽ 70 ദിവസം വരെയാണ് മാലിന്യങ്ങൾ ഇല്ലാതാകാൻ വേണ്ട സമയം. ഈ കാലതാമസമാണ് കൂടുതൽ മാലിന്യങ്ങൾ കുന്നുകൂടുവാൻ കാരണമാകുന്നത്. പ്ലാന്റിൽ സ്ഥാപിക്കുന്ന മാലിന്യം 3 മാസത്തിന് ശേഷം ജൈവവളമായി മാറുമെന്നാണ് അധികൃതർ പറയുന്നത്. കൂടുതൽ എയറോബിക് പ്ലാന്റുകൾ സ്ഥാപിച്ച് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈ 10-20 ചാക്ക് ഒരു ദിവസം അവിടെ പ്ലാൻ ചെയ്യാനൊക്കത്തുള്ളൂ. ഒരു ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ 40 ചാക്ക്, 45 ചാക്ക്, 50 ചാക്കാണ്. ഇതിൽ ചീനിമുട്ടമുണ്ട്, ഉണക്കമീനിന്റെ പായകളുണ്ട്, മറ്റ് വലിയ മീൻ വെട്ടുന്നതിന്റെ തലകളുണ്ട്. ഇതൊന്നും അവിടെ ദ്രവിച്ചു പോകത്തില്ല. അതിന്റെ ഭാഗമായിട്ട് അടുത്ത ഭാഗങ്ങളിൽ, അടുത്ത പഞ്ചായത്തിൽ, അതായത് പിറവന്തൂർ പഞ്ചായത്ത്, പട്ടാഴി, തെക്കേക്കര, വടക്കേക്കര, തലൂർ പഞ്ചായത്തിലൊക്കെ അടിസ്ഥാന സൗകര്യമായിട്ട് മാർക്കറ്റിൽ ഇതേമാതിരി വേസ്റ്റ് സംരക്ഷിച്ച് അതുപോലുള്ള പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ഈ വേസ്റ്റ് ഒന്നുകൂടി ഇവിടുന്നും കൂടി കുറച്ച് അങ്ങോട്ട് കണ്ടനം ചെയ്തുകൊണ്ട് അതിന്റെ നല്ല വഴികൾ പ്ലാൻ നോക്കുന്നതാണ് ഇതിന്റെ നല്ല കാര്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ.
sanitary and bathroom fittings, tiles, parryware, crystal bath gallery, electrical goods, fancy ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. ക്ലാസി സാനിറ്ററി വെയർസ്. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. തദ്ദേശ പോർക്കളത്തിലെ വിശേഷങ്ങളുമായി ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പുനലൂർ നഗരസഭയിൽ ഇക്കഴിഞ്ഞ നഗരസഭയിലെ 4 പ്രമുഖർ ഇത്തവണ മത്സര രംഗത്തില്ല. ചെയർപേഴ്സൺമാരും വൈസ് ചെയർമാൻമാരുമാണ് മത്സര രംഗത്തു നിന്നും വിട്ടുനിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ നേതൃത്വം നൽകുന്ന നിലവിലെ പുനലൂർ നഗരസഭാ കൌൺസിലിനെ നയിച്ചവരിൽ പലരും ഇക്കുറി മത്സര രംഗത്തില്ല. നിലവിലെ കൌൺസിലിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ പങ്കുവച്ച 6 പേരിൽ 4 പേരും മത്സരത്തിനില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയൻ, മുൻ അധ്യക്ഷ വിമല ഗുരുദാസ്, മുൻ ഉപാധ്യക്ഷന്മാരായ VP ഉണ്ണികൃഷ്ണൻ, S ബിജു എന്നിവരാണ് മത്സര രംഗത്തുനിന്നും മാറി നിൽക്കുന്നത്. ഇതിൽ CPM പ്രതിനിധിയായ രാധാമണി വിജയൻ ജനപ്രതിനിധിയുടെ സ്ഥാനത്തു നിന്നും മാറി പൊതുപ്രവർത്തന രംഗത്ത് തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പല തവണകളിലായി 15 വർഷമാണ് രാധാമണി വിജയാനന്ദ് നഗരസഭാ കൌൺസിലറായി തുടർന്നത്. നിലവിൽ പാർട്ടിയുടെ പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണിവർ. നിലവിലെ കൌൺസിലിലെ ആദ്യ അധ്യക്ഷയായ വിമല ഗുരുദാസും CPM പ്രതിനിധിയാണ്. നിലവിൽ ശാസ്താംകോണം വാർഡിന്റെ പ്രതിനിധിയാണ് ഇവർ. ആദ്യ തവണയാണ് ഇവർ മത്സരിച്ചതും വിജയിച്ചതും. നിലവിലെ കൌൺസിലിലെ ആദ്യ ഉപാധ്യക്ഷനായ VP ഉണ്ണികൃഷ്ണൻ CPI പ്രതിനിധിയാണ്. മൈലക്കൽ വാർഡ് പ്രതിനിധിയായ ഇദ്ദേഹം പാർട്ടിയുടെ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPM പ്രതിനിധിയായ S ബിജു പാർട്ടി ചുമതലകളിലേക്ക് വരുന്നതിനാലാണ് മത്സരരംഗത്തുനിന്നും വിട്ടുനിൽക്കുന്നത്. നിലവിലെ ഏരിയ സെക്രട്ടറി മുൻ നഗരസഭാ അധ്യക്ഷനുമായ MA രാജഗോപാൽ മത്സര രംഗത്തുള്ളതിനാൽ പകരം ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിനാലാണ് DYFIയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ബിജു നിലവിൽ നേതാജി വാർഡ് പ്രതിനിധി കൂടിയാണ്. നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷനായ PA അനസ് ഇക്കുറി മത്സരിക്കുന്നതിനുള്ള വിസമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനമാകും അന്തിമം. CPIയുടെ പുനലൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറിയും ഹൈസ്കൂൾ വാർഡ് കൌൺസിലറും പുനലൂർ ബാറിലെ അഭിഭാഷകനുമാണ് ഇദ്ദേഹം. നിലവിലെ കൌൺസിലിൽ രണ്ടാമതായ ഉപാധ്യക്ഷനായ ഗ്രേസി ജോണും ഇക്കുറി മത്സര രംഗത്തുണ്ടാകും. നെല്ലിപ്പള്ളി വാർഡ് കൌൺസിലറും CPI പ്രതിനിധിയുമാണിവർ. ഇടതുമുന്നണിയിലെ ധാരണപ്രകാരമാണ് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക്. UDFിൽ നിന്ന് അധികാരം തിരിച്ചുപിടിക്കാൻ LDFും ശക്തി തെളിയിക്കാൻ BJPയും മത്സര രംഗത്ത് സജീവമാവുകയാണ്. കോൺഗ്രസ് ഭരണത്തിൽ നിന്നും അധികാരം തിരിച്ചുപിടിക്കുവാൻ LDFും എല്ലാ വാർഡുകളിലും ശക്തി തെളിയിക്കുവാൻ BJPയും രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് സ്ഥാനാർത്ഥി നിർണയത്തിൽ രൂക്ഷമായി. പകുതിയിൽ കൂടുതൽ സീറ്റും പ്രസിഡന്റ് സ്ഥാനവും വനിതകൾക്ക് ആയതിനാൽ മുതിർന്ന നേതാക്കൾ മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് സാധ്യത. ഇക്കാരണത്താൽ സീറ്റ് വിഭജനത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം രൂക്ഷമാണ്. CPIയും CPMും പരസ്പര ധാരണയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇത്തവണ പഞ്ചായത്തിൽ 1-ൽ-അധികം സീറ്റ് നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് BJP പ്രവർത്തകർ. സീറ്റ് കിട്ടാതെ പോയ ചിലർ സ്വതന്ത്രമായി മത്സരിക്കുവാൻ തീരുമാനിച്ചതും മത്സര രംഗത്ത് ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.
മത്സരച്ചൂടിൽ അലയമൺ ഗ്രാമപഞ്ചായത്തും 13 വാർഡുകളിലും ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. കോൺഗ്രസിന്റെ കുത്തക പഞ്ചായത്തുകളിൽ ഒന്നാണ് അലയമൺ. ക്രിസ്ത്യൻ വോട്ടർമാർ കൂടുതലുള്ള പഞ്ചായത്ത് കൂടിയാണിത്. 2005 തിരഞ്ഞെടുപ്പിൽ 13 വാർഡുകളിൽ UDF-ന് 8 സീറ്റും LDF-ന് 4 സീറ്റും BJP-ക്ക് 1 സീറ്റുമായിരുന്നുവെങ്കിൽ 2010 ആയപ്പോൾ 14 വാർഡുകളിൽ UDF 5ഉം LDF 5ഉം BJP 1ഉം സ്വതന്ത്രർ 3ഉമായി മാറി. ഒരു സ്വതന്ത്രൻ UDF-നോടും ഒരു സ്വതന്ത്രൻ LDF-നോടും ചേർന്നപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെയാകുകയായിരുന്നു. LDF പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. എന്നാൽ 10 മാസം മാത്രമേ ഭരണസമിതിക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. 10 മാസത്തിനു ശേഷം UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാവുകയും UDF 3 സ്വതന്ത്രരെയും കൂടെ നിർത്തി ഭരണം തുടരുകയും ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF അധികാരം തിരിച്ചുപിടിക്കാൻ വളരെയേറെ വിയർപ്പെടുക്കേണ്ടി വന്നതിനാൽ ആ അവസ്ഥ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നതിനുള്ള ശ്രദ്ധാപൂർവമുള്ള നീക്കങ്ങളാണ് UDF നടത്തുന്നത്. എന്നാൽ 10 മാസം ലഭിച്ച തങ്ങളുടെ ഭരണകാലത്ത് അലയമൺ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ നേട്ടങ്ങളും UDF-ന്റെ പോരായ്മകളും നിരത്തി ശക്തമായ മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് LDF. 2005 സ്വന്തമാക്കിയ വാർഡ് 2010 നിലനിർത്തിയ BJP തങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന പ്രഖ്യാപനവുമായി മത്സരരംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ മത്സരരംഗം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനാപുരത്ത് ലീഗ് വിട്ട് പ്രാദേശിക നേതാക്കൾ കേരള കോൺഗ്രസ് ബിയിലേക്ക്. LDF സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങാനും തീരുമാനം. അമ്പനാട് സമരത്തിന് ഐക്യദാർഢ്യവുമായി സഞ്ജയ് ഖാൻ നിരാഹാരം തുടങ്ങി. സമരമനുഷ്ഠിച്ചു വന്ന മാമ്പഴത്തറ സലീമിന് ദേഹാസ്വാസ്ഥ്യം. തോട്ടങ്ങളിൽ മിനിമം വേതനം ആവശ്യപ്പെട്ട് BMS-ന്റെ റോഡ് ഉപരോധം. പ്രവർത്തകർ പുനലൂർ അഞ്ചൽ പാത ഉപരോധിച്ചു. ആവേശമായി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം. വിളക്കുടിയിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.